കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ നാടിനെ നടുക്കുന്ന ഒരു വാർത്ത നമ്മളൊക്കെ അറിഞ്ഞത്. ചോറ്റാനിക്കരയിലെ 19 വയസ്സുകാരി ക്രൂരമായ പീഡനത്തിന് ഇരയായ സംഭവം. അപ്പോൾ ഈ കേസിൽ പെൺകുട്ടിയെ ലഹരിക്കടിമയാക്കിയിരുന്നതായി പ്രതിയുടെ മൊഴിയുണ്ട്. പെൺകുട്ടിയെ ശനിയാഴ്ച പലതവണ ക്രൂരമായി മർദ്ദിച്ചെന്നും പ്രതി പറയുന്നു. പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. സഹിൻ ആന്റണിയുടെ വിവരങ്ങളുമായിട്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഒരു നാടിനെ ആകെ ഞെട്ടിച്ച, എല്ലാവരുടെയും മനസാക്ഷിയുള്ള എല്ലാവരെയും ഞെട്ടിച്ച സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഈ 19-കാരിയുടെ ആരോഗ്യനില, ഇന്നലെയൊക്കെ വെന്റിലേറ്ററിലായിരുന്നു, ഇപ്പോഴും ആരോഗ്യനില എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് ലഭിക്കാൻ കഴിയുന്ന വിവരം എന്താണ്? ഒപ്പം തന്നെ ഈ പ്രതി എന്തിനാണ് ഇയാൾ ഈ കുട്ടിയെ ഇങ്ങനെ മർദ്ദിച്ചുകൊണ്ടിരുന്നത് എന്ന കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു വ്യക്തത വന്നിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്? പ്രതി പറയുന്നത് എന്താണ്? ചോറ്റാനിക്കരയിൽ 19 വയസ്സുകാരി ക്രൂരമായ പീഡനത്തിന് ഇരയായ സംഭവം ഏറെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. ഈ കുട്ടിയെ സ്ഥിരമായി ഇയാൾ മർദ്ദിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയുടെ അമ്മ പോലും ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം ഈ പ്രതി സ്ഥിരമായി ആ വീട്ടിൽ വന്ന് അമ്മയെ പോലും ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ്. പിന്നീടാണ് ഈ കുട്ടിയെ ഈ യുവാവ് വീട്ടിലെത്തി അതിക്രൂരമായി മർദ്ദിച്ച് അവശരാക്കുന്നത്. പിന്നീട് ഈ കുട്ടിയെ കണ്ടെത്തുന്നത് തന്നെ ഒരു തരത്തിലും എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ മുറിവുകളിൽ ഉറുമ്പരിച്ച നിലയിലൊക്കെയാണ് കാണപ്പെട്ടത്. അങ്ങനെയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും. ആശുപത്രിയിൽ എത്തിച്ചത് മുതൽ തന്നെ കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ്. കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഈ പ്രതിയുടെ മൊഴി പോലീസിന് ലഭിച്ചിരിക്കുന്നതും. പ്രതി പ്രത്യേകിച്ചും പറയുന്ന ഒരു കാര്യം, ഈ പെൺകുട്ടിയെ ലഹരിക്കടിമയാക്കിയിരുന്നു എന്നുള്ള പ്രതിയുടെ മൊഴി അത് ഞെട്ടിപ്പിക്കുന്നതാണ്. സഹിൻ ആന്റണി തുടരുന്നുണ്ട് നമുക്കിപ്പം. സഹിൻ, പറയൂ, ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ് ഇപ്പോൾ? ഏതെങ്കിലും തരത്തിലൊരു പുരോഗതി ആശുപത്രി അധികൃതർ പറയുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ പ്രതിയുടെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇയാൾ ഇന്നിപ്പോൾ കോടതിയിലും ഹാജരാക്കുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ് സേതു. അതായത് ഈ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അവർ ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതീവ ഗുരുതരമായി തന്നെ പെൺകുട്ടിയുടെ നില തുടരുകയാണ്. ഈ പ്രതി ഇയാൾ ഒരു ക്രിമിനൽ ആണ് എന്നുള്ളതിൽ പോലീസുകാർക്ക് യാതൊരു വിധത്തിലുള്ള തർക്കവും സംശയവുമില്ല. കാരണം നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലഹരിമരുന്ന് കേസും ഒപ്പം തന്നെ അടിപിടി കേസും എല്ലാം പ്രതിയായിട്ടുള്ള ഒരാളാണ് ഇയാൾ. ഇയാളെ പെൺകുട്ടിയെ പരിചയപ്പെട്ടിട്ട് 2 വർഷത്തിലധികമായി എന്നുള്ളതാണ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. ഇതിൽ തന്നെ ഇയാൾ പറയുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ ലഹരി കൊടുത്ത് താൻ അടിമയാക്കി മാറ്റിയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പെൺകുട്ടി ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റാരെങ്കിലുമായി സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ അയാൾ ആ പെൺകുട്ടിയെ മർദ്ദിക്കുമായിരുന്നു. മറ്റൊരാളോട് ഈ പെൺകുട്ടിക്ക് സംസാരിക്കാനോ വർത്തമാനം പറയാനോ ഉള്ള അധികാരം ഇയാൾ നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. കൂടാതെ അന്നേ ദിവസം, അതായത് പെൺകുട്ടി ഈ അപകടം സംഭവിക്കുന്ന ദിവസം ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടി ഇയാൾ ആ വീട്ടിലെത്തുന്നു. അതിനുശേഷം ഇയാൾ ആ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. മറ്റ് ആൺ സുഹൃത്തുക്കളുടെ പേരെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്നത്. ഈ മർദ്ദനം സഹിക്കവയ്യാതെ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ഷോൾ എടുത്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് മനസ്സിലായതോടുകൂടി പ്രതി ഈ ഷോൾ അറുത്ത് ഇവരെ നിലത്തേക്ക് ഇടുകയാണ്. അതിനുശേഷം ഇവർ ഒച്ച വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതി ഈ പെൺകുട്ടിയുടെ മുഖവും വായും എല്ലാം ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നു. അതോടുകൂടി പെൺകുട്ടിക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. ഷിവറിങ് വന്ന് ബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പ്രതിയുടെ മൊഴി. അപ്പോൾ ഇയാൾ ഈ പെൺകുട്ടി മരിച്ചു എന്ന് കരുതി അവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുകയാണ് ചെയ്തത്. മാത്രമല്ല, ഈ പോലീസിനോട് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി പൂർണ്ണമായിട്ടൊന്നും പോലീസ് വിശ്വസിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ പോലീസ് ഈ മൊഴി കണക്കിലെടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. അത് പൂർണ്ണമായിട്ട് പോലീസ് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. കൂടാതെ ഇയാളെ ഇവിടേക്ക് എത്തിച്ചത് 2 പേരാണ്. ഇയാളുടെ 2 സുഹൃത്തുക്കളാണ്. ആ 2 സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി പോലീസ് അവരുടെ രഹസ്യമൊഴി എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇയാളെ സംഭവ സ്ഥലത്തെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. എന്തായാലും പോലീസ് പറയുന്നതനുസരിച്ച് ഈ പ്രതി ഒരു വലിയ ക്രിമിനലാണ്. ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ക്രൂരമായി അതിക്രമിക്കണം അല്ലെങ്കിൽ ആക്രമിക്കണം എന്ന് മാത്രം കരുതിയിരുന്ന ഒരാൾ എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇയാൾ ഈ പെൺകുട്ടിയെ അമ്മയെയും വകവരുത്താൻ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള നിലവിലെ കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത് കരുതിക്കൂട്ടി നടത്തിയ ഒരു കൃത്യം തന്നെയാണ് പ്രതി, അല്ലേ?
കൊല്ലണം എന്ന് കരുതി നടത്തിയ കൃത്യമല്ല ഇത്. ഇയാൾ ആ പെൺകുട്ടിയെ ക്രൂരമായി അതിക്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ കൊല്ലണമെന്ന് കരുതി ചെയ്തതല്ല. ഈ പെൺകുട്ടി ഷോളിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ ഇയാൾ ആ ഷോൾ അറുത്ത് നിലത്തിടുകയും ഇവർ ഒച്ച വയ്ക്കാതിരിക്കാൻ വേണ്ടി വായും മൂക്കും പൊത്തി പിടിക്കുകയുമാണ് ചെയ്തത്. ഇതിലാണ് പെൺകുട്ടിയുടെ ബോധം നഷ്ടമാകുന്നതും ഇപ്പോൾ ഈ അബോധാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും. പ്രത്യേകിച്ച് നമുക്കറിയാം, ശ്വാസം നിലച്ചിരിക്കുന്ന ഒരാളെ വീണ്ടും അയാൾക്ക് ഒരു വൈദ്യസഹായം ലഭിക്കേണ്ട സാഹചര്യത്തിൽ ആ വൈദ്യസഹായം നിഷേധിക്കുക, ഒപ്പം തന്നെ അയാൾക്ക് ലഭിക്കുന്ന ശ്വാസം കൂടി ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അത് ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ആ സമയത്ത് ഉണ്ടായ ഒരു നീക്കമായിട്ടാണ് പോലീസ് അതിനെ വിലയിരുത്തുന്നത്. പക്ഷേ അതൊന്നും പോലീസ് എന്തായാലും 100% ഇയാളെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ കഴിയുമെന്ന് പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പെൺകുട്ടിക്ക് ബോധം തിരികെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇവരുടെ തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തുന്നത് അതിൻ്റെ അളവ് നന്നേ കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രതി വലിയ ഒരു ക്രിമിനൽ തന്നെയാണ് സേതു. ശരി ശരി സഹീൻ, എന്തെങ്കിലും ഒരു വല്ലാത്ത സംഭവമായി പോയി. ആ പെൺകുട്ടി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് എന്ന് പറയുന്ന ആശങ്കാജനകം തന്നെയാണ്. എത്രയും വേഗം അത് ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ.